അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ ഇപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ക്ലാസ് തുടങ്ങിയില്ലേ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് ഈ 5ാം ക്ലാസ്സിലെ മാത്സ് എന്താണ് സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ എന്താക്കാൻ പറ്റും, നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഭാഗം എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ ആയ നമ്പർ വേൾഡാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്പർ വേൾഡ്. അപ്പോൾ അതിന് നോക്കൂ, നമ്പർ ഗെയിമാണ് ഫസ്റ്റ് സൈഡ് റീഡിങ് അല്ലേ. നമ്പർ ഗെയിം. ഡു യു ലൈക്ക് നമ്പർ ഗെയിംസ്? സൈന ടീച്ചർ ആസ്ക്ഡ്. അപ്പോൾ എന്താണ് സൈന ടീച്ചർ ചോദിച്ചിരിക്കുന്നത്, ഡു യു ലൈക്ക് നമ്പർ ഗെയിം ഇഷ്ടമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓ യെസ് സെഡ് ദ ചിൽഡ്രൻ. കുട്ടികൾ പറഞ്ഞ് യെസ് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ. ഐ വിൽ സേ നമ്പർ. ഞാനൊരു നമ്പർ പറയും. യു ഗീവ് മി ദ നെക്സ്റ്റ് നമ്പർ അറ്റ് വൺസ്. റെഡി? ഞാനൊരു നമ്പർ പറയും, അടുത്ത നമ്പർ നിങ്ങൾ ആ പറഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞു. റെഡി ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികൾ പറഞ്ഞ് യെസ് റെഡി എന്ന് പറഞ്ഞു അല്ലേ. 10 ടീച്ചർ ബിഗിൻ. അങ്ങനെ ടീച്ചർ തുടങ്ങി അല്ലേ. 10 അല്ലേ, 10 തുടങ്ങി. അപ്പോൾ ബാക്കി അപ്പോൾ എന്താണ് അതിൻ്റെ നെക്സ്റ്റ് നമ്പർ എന്താണെന്ന് പറയാണ് വേണ്ടത് അല്ലേ. എന്താ നിങ്ങൾ പറഞ്ഞ 10 കഴിഞ്ഞിട്ട് എന്താ? യെസ് 11 അല്ലേ. സെറ്റ് ഓൾ ദ ചിൽഡ്രൻ. 43 ടീച്ചർ പറഞ്ഞ അടുത്ത ഇത് എന്താണ് നമ്പർ 43. അതിൻ്റെ നെക്സ്റ്റ് നമ്പർ എന്താ? 44 അല്ലേ. ദ ഗെയിം വെൻ ഓൺ. അങ്ങനെ ഗെയിം ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ ടീച്ചർ അടുത്ത നമ്പർ എന്താ പറഞ്ഞത്? 4099 എന്ന് പറഞ്ഞു. ഇപ്പോൾ ടീച്ചർ സെഡ്. അപ്പോൾ ടീച്ചർ 4099 എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത നമ്പർ എന്തായിരിക്കും നിങ്ങളൊന്ന് പറഞ്ഞേ. അപ്പോൾ റിപ്ലൈഡ് സംവൺ. ആരോ എന്ന് പറഞ്ഞത് 5000. എന്താണ് 5000 എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ശരിയാണോ? ഓ നോ 4100. സം കോട്ട് ഓൺ. ചില എന്താ പറഞ്ഞത് എന്താണ് 5000 അല്ല അല്ലേ, 4100 ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്താ എങ്ങനെയാണത് നോക്കിയേ. 4099 ആണ് അല്ലേ. നിങ്ങൾക്ക് വരാവുന്ന ഒരു തെറ്റാണ് അല്ലേ ഇവിടെ വരുന്നത്. 4099 എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് ഇതാണ് 4099 അല്ലേ. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് നമ്പർ എന്താണ്? 4100 ആയിരിക്കും അല്ലേ. 4100 അതായിരിക്കും അതിൻ്റെ നെക്സ്റ്റ് നമ്പർ അല്ലേ. 99 കഴിഞ്ഞാൽ 100 അല്ലേ. അപ്പോൾ 4099 കഴിഞ്ഞാൽ എന്താണ്? 4099 കഴിഞ്ഞാൽ 4100 അല്ലേ. അപ്പോൾ സച്ച് മിസ്റ്റേക്സ് ആർ കോമൺ അല്ലേ. ഇവരെന്താ 5000 എന്ന് പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ചില അങ്ങനത്തെ മിസ്റ്റേക്ക് കോമൺ ആയിട്ട് വരുന്നതാണ് അല്ലേ. ട്രൈ ദിസ് ഓൺ യുവർ ഫ്രണ്ട്സ്. ഇത് നിങ്ങൾ എന്താക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. നെക്സ്റ്റ് നമ്പറായിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കുക. ഓക്കെ. അടുത്തെന്താ ഫസ്റ്റ് ഡേ ഫീസ്റ്റ് അല്ലേ. എന്താണ് ആദ്യത്തെ ആഘോഷം അല്ലേ. ആഘോഷത്തിന് ഫസ്റ്റ് ദിവസമാണ് അല്ലേ. വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ക്ലാസ് 1? എന്താണ് ക്ലാസ് 1 എത്ര കുട്ടികളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമ്പർ ഓഫ് ചിൽഡ്രൻ എത്ര കുട്ടികളുണ്ട് എന്നുള്ളതാണ് അല്ലേ. വാട്ട് ഇസ് ദ ലാർജസ്റ്റ് നമ്പർ യു ക്യാൻ റീഡ്? അപ്പോൾ ഇവിടെ ആൻസർ പറയുന്നുണ്ട് 1ാം ക്ലാസ്സിലുള്ള കുട്ടികൾ എത്ര നമ്പർ എത്രയെന്ന് വെച്ചപ്പോൾ 4,35,268 ചിൽഡ്രൻ ഇൻ ക്ലാസ് 1 അല്ലേ. ഇതൊന്ന് വായിക്കുക അല്ലേ. ഇത്രയും കുട്ടികളാണ് ക്ലാസ് 1 പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കൂ, ഇവിടെ നമുക്ക് വാട്ട് ഇസ് ദ ലാർജസ്റ്റ് നമ്പർ യു ക്യാൻ റീഡ്? നിങ്ങൾക്ക് ഏറ്റവും വലിയ നമ്പർ വായിക്കാൻ പറ്റുന്നത്, ഏറ്റവും വലിയ വായിക്കാൻ കഴിയുന്ന നമ്പർ ഏതാണെന്ന് ചോദിച്ചത്. ഏതാണ്? വാട്ട് ഇസ് ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ? 4 ഡിജിറ്റ് നമ്പറിൻ്റെ ലാർജസ്റ്റ് നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ 4 ഡിജിറ്റ് നമ്പറാണ് ഏറ്റവും വലിയത്. അപ്പോൾ നമുക്കറിയാം 4 ഡിജിറ്റ് നമ്പറിൻ്റെ വലിയ നമ്പർ ഏതാണ്? പറയൂ മക്കളെ, ഏതായിരിക്കും? 4 ഡിജിറ്റ് നമ്പർ 4 അക്കം വരണം അല്ലേ. അപ്പോൾ ഏതാണ്? 49 അല്ലേ. 3 നമ്പറാണ് അല്ലേ 4 ഡിജിറ്റ് നമ്പറിൻ്റെ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് അല്ലേ. 9999 അല്ലേ. 4 നമ്പർ ഇല്ലേ. 4 ഡിജിറ്റ് നമ്പറിൻ്റെ അല്ലേ. അങ്ങനെയാണെങ്കിൽ 5 ഡിജിറ്റ് നമ്പർ ആണെങ്കിലോ 59 ഇത് അല്ലേ. ഓക്കെ. അപ്പോൾ ഇവിടെ വാട്ട് ഈസ് ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 9999 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ? അതിൻ്റെ അടുത്ത നമ്പർ എന്തായിരിക്കും? അടുത്ത നമ്പർ എന്തായിരിക്കും? യെസ് എന്താണ്? 10,000 അല്ലേ. അങ്ങനെ കിട്ടുക നമുക്ക് സിമ്പിളാണ്. എന്താണ് ഇതിനോട് 1 അങ്ങോട്ട് ആഡ് ചെയ്താന്നില്ലേ. 9999 പ്ലസ് 1 ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് 10,000 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ. അപ്പം അങ്ങനെയാണ് കിട്ടുക. ദെൻ അടുത്തത് നോക്കൂ, എന്താ ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ? ഇപ്പോൾ ടീച്ചർ പറഞ്ഞില്ലേ 4 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ് 49 എഴുതുക അല്ലേ. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ എത്രയാണ് നമുക്ക് എഴുതേണ്ടത്? എത്രയാണ്? 5 ഡിജിറ്റ് നമ്പറാണ് അല്ലേ. അപ്പോൾ 5 9 ആയിട്ട് എഴുതണം അല്ലേ. 1 2 3 4 5 അല്ലേ. ഇതാണ് എന്ത് ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ. ഓക്കെ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ? അടുത്ത നമ്പർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അടുത്ത നമ്പർ എന്താണ്? ഇതിനോട് 1 അങ്ങോട്ട് ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇത് എത്രയാ?
അല്ലേ 99,999 ആണ് അല്ലേ. അപ്പം നമുക്ക് ഇതിനോട് 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത്രയും കിട്ടും അല്ലേ, 1 lakh. ദെൻ ഹൗ ഡു വി ഫൈൻഡ് ദിസ് നമ്പർ? ഈ നമ്പർ എങ്ങനെ കണ്ടുപിടിച്ചത്? ഈ നമ്പറിനോട് 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത നമ്പർ കിട്ടുക അല്ലേ. നോക്കൂ, 9 ആണ്, ഒരു 8 ആണ് ഒരു നമ്പർ. അടുത്ത നമ്പർ എങ്ങനെയാ? നെക്സ്റ്റ് നമ്പർ എന്താ? 8നോട് 1 കൂട്ടിയാലല്ലേ 9 അല്ലേ. അപ്പോൾ 9 ആയിരിക്കും 8 കഴിഞ്ഞിട്ടുള്ള നമ്പർ അല്ലേ. അപ്പോൾ ഓരോ നമ്പറിനോട് 1 കൂട്ടിയാൽ അടുത്ത നമ്പർ കിട്ടും അല്ലേ. ദെൻ ഹൗ ഡു വി റീഡ് ഇറ്റ്? ഇതൊക്കെ എങ്ങനെ വായിക്കുക? ലുക്ക് അറ്റ് ദ ടേബിൾ ഓഫ് ലാർജ് നമ്പേഴ്സ്. നോക്കൂ, ഈ ടേബിൾ ഒന്ന് നോക്കുക നിങ്ങൾ. ലാർജ് നമ്പേഴ്സിന്റെ ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കൂ, 1 അല്ലേ, 1 1. ഇതെന്താ? 10 100 അല്ലേ. ഇത് ഡിജിറ്റിലാണ്, ഇത് വേർഡ്സിലാണ് അല്ലേ. ഇത് 1000 സ്പെല്ലിംഗ് നോക്കൂ. പിന്നെ ഇത് 10,000 ആണ് അല്ലേ, 10,000. ഇതോ ലാക്ക് ആണ്. ഓക്കെ, ഇത് 10 lakh, ഇത് ക്രോർ, ഇത് 10 crore. എങ്ങനെ വായിക്കുക? നമ്മൾ ഒരു നമ്പർ ആകുമ്പോൾ അതിന് എന്താ, നമ്മൾ ഒന്നുകിൽ 1 എന്ന് പറഞ്ഞ് വായിക്കുക. 1 10, ഇത് 10 അല്ലേ. ഈ നമ്പർ നോക്കൂ, ഈ നമ്പറിൽ നോക്കുമ്പോൾ എന്താ വരിക? നമുക്ക് 1 10 100 1000 10,000. അപ്പോൾ ഇത് 10,000 ആയി അല്ലേ. ഇനി അടുത്ത ലാസ്റ്റ് നമ്പർ നോക്കി നമുക്ക് ഇത് എങ്ങനെ നോക്കുക എന്നുള്ളത്? 1 10 100 1000 10,000 ലാക്ക് 10 lakh ക്രോർ 1 crore. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഓർഡറിൽ പഠിക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ എണ്ണി വെക്കുക. അപ്പോൾ നമുക്ക് ഇത് വായിക്കാൻ കിട്ടും കേട്ടോ. ഓക്കെ, ദെൻ ദിസ് കണ്ടിന്യൂസ് വിത്ത് 100 crore 10,000 crore ആൻഡ് സോ ഓൺ. ഇനി എന്താക്കും? 10 crore കഴിഞ്ഞല്ലോ അല്ലേ. ഇനി 100 crore. അടുത്ത നമ്പർ ഏതായിരിക്കും? അടുത്ത 0 വരുന്നത് എത്രയാണ്? 100 crore അല്ലേ. പിന്നെ 1000 crore ആൻഡ് സോ ഓൺ, അങ്ങനെ പോകും. ഓക്കെ, നൗ ക്യാൻ യു സേ ദാറ്റ് what we get when we add 1 to 99,999? എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മൾ 1 ആഡ് ചെയ്യാണ് ഇതിനോട്. 99,999നോട് 1 ആഡ് ചെയ്താൽ എന്താ കിട്ടുക? അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 99,999നോട് 1 ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ കിട്ടിയില്ലേ, എന്താണ്? 1 lakh അല്ലേ. ഹൗ ഡു വി റീഡ് ദിസ് അല്ലേ. അപ്പോൾ ഇത് ടേബിളിൽ നോക്കുക. അപ്പോൾ ഇതിൽ എത്ര പൂജ്യം ഉണ്ട് നോക്കുക? 1 2 3 4 5 അല്ലേ. പിന്നെ 1 ഡിജിറ്റ് ആണല്ലേ, 1 എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ 5 0 ഉള്ളതിൽ ഏതാണ് വരുന്നത്? ഇത് 1 2 3 4 5 പിന്നെ 1 അല്ലേ. ഇത് ലാക്കാണ് വായിക്കുക. ഓക്കെ, അപ്പോൾ ഇത് 1 lakh എന്ന് വായിക്കാം. ലാക്ക് ഹാസ് 6 digit അല്ലേ. അപ്പം ലാക്കിന് എത്രയാണ്? 6 digit ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ലാക്ക് ഈസ് എ 6 digit നമ്പർ. അതായത് ലാക്ക് എന്ന് പറയുന്നത് എന്താണ്? 6 digit നമ്പർ, 6 അക്ക സംഖ്യയാണ് അല്ലേ. 6 digit നമ്പർ ആണ് എന്ത്? ലാക്ക് എന്ന് പറയുന്നത്. ക്യാൻ യു റൈറ്റ് ദ ലാർജസ്റ്റ് 6 digit നമ്പർ? നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? ലാർജസ്റ്റ് ആയിട്ടുള്ള 6 digit നമ്പർ എത്രയാണ്? എഴുതാം അല്ലേ. നമുക്ക് എന്താക്കുക? 6 9 ആയിട്ട് എഴുതിയാൽ മതി അല്ലേ. 64 എന്താണ് 6 9 എഴുതുക. 6 digit നമ്പറിന്റെ ലാർജസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അത് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ എന്താ എഴുതാം നമുക്ക്? 6 digit നമ്പർ 1 2 3 4 5 6. ഇതാണ് എന്ത്? 6 digit നമ്പറിന്റെ ലാർജസ്റ്റ്. ഓക്കെ, ദെൻ ക്യാൻ യു റൈറ്റ് ദ നമ്പർ? ഇനി എന്താ അടുത്ത് നോക്കി? Can you write the number we get when we add 1 to 9,99,999? അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതായത് 9,99,999നോട് 1 ആഡ് ചെയ്താൽ എന്താ കിട്ടുകയെന്ന്. അതായത് ഹൗ ഡു വി റീഡ് ഇറ്റ്? നിങ്ങൾ എങ്ങനെ വായിക്കുക എന്നാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ അതിനോട് 1 ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? നമുക്കിവിടെ അപ്പോൾ ഇവിടെ 9നോട് 1 ആഡ് ചെയ്താൽ ഇത് ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഓക്കെ, അപ്പോൾ 3 കിട്ടും അല്ലേ. നമുക്ക് ഇത് എങ്ങനെ വായിക്കാൻ പറ്റുക? അപ്പോൾ നമ്മൾ വായിക്കാം, ഇത് ടേബിളിൽ പഠിക്കുക അല്ലേ. അപ്പോൾ 1 10 100 1000 10,000 ലാക്ക് 1 lakh. ഇതാണ് 1 lakh. അപ്പോൾ ഇത് 9 lakh ആണല്ലോ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 9 lakhനോട് എന്താണ്? അപ്പം ഒരു നമ്പറും കൂടി വ്യത്യാസം വന്നല്ലോ അല്ലേ. അപ്പോൾ കറക്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ 9,99,999 പ്ലസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 lakh എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ എണ്ണേണ്ടതെന്ന് അറിയാതെ ഇത് 1, ഈ ആദ്യത്തെ 0നെ 1 ആയിട്ടുണ്ട്. 1 പിന്നെ 10 പിന്നെ 100 1000 10,000 lakh
10 lakh. ഓക്കെ, അങ്ങനെ പഠിച്ചാൽ നമുക്ക് ഇങ്ങനെ എണ്ണി ഇത് എങ്ങനെ വായിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത് 10 lakh എന്നാണ് വായിക്കുക. ഓക്കെ, ഇനി നമുക്ക് ജയന്റ് നമ്പർ, എന്താ വലിയ നമ്പർ അല്ലേ. ഇഫ് യു ആർ ആസ്ക്ഡ് ഫോർ എ ലാർജ് നമ്പർ അല്ലേ, നമ്മളെന്താണ് വലിയ നമ്പർ ചോദിക്കുകയാണെങ്കിൽ വി ഓഫൺ സേ crore, 100 crore അല്ലേ. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറയുന്നത് ഏറ്റവും വലിയ നമ്പർ ഏതാന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ crore ഒക്കെ പറയും അല്ലേ, 100 crore എന്നൊക്കെ പറയും അല്ലേ. പുട്ടിങ് 10 zeros ആഫ്റ്റർ 1 makes 1000 crore അല്ലേ. എന്താണ് നമ്മൾ 10 0 ഒന്നിന് ശേഷം 10 0 ഇട്ട് ചെയ്താൽ എന്താണ് 1000 crore ആയി അല്ലേ. തിങ്ക് അബൌട്ട് ദ സൈസ് ഓഫ് ദ നമ്പർ വിത്ത് 100 0 ആഫ്റ്റർ 1. ചിന്തിച്ച് നോക്കിയാൽ ഒന്നിന് ശേഷം 100 പൂജ്യം ഇട്ടെടുത്താൽ എന്തായിരിക്കും വായിക്കുന്നേ? ദിസ് ഈസ് കോൾഡ് ഗൂഗോൾ. എന്താണ് ദിസ്? ഗൂഗോൾ അല്ലേ. ദിസ് നെയിം വാസ് പോപ്പുലറൈസ്ഡ് ബൈ എഡ്വാർഡ് കാസ്റ്റ്നർ ഇൻ 1938 അല്ലേ. ഈ നെയിം കൊടുത്തിരിക്കുന്നത് എന്താണ്? എഡ്വാർഡ് കാസ്റ്റ്നർ ആണല്ലേ. 1938 ഈ എഡ്വാർഡ് കാസ്റ്റ്നർ ഈ നമ്പറിന് ഗൂഗോൾ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇൻ മോസ്റ്റ് കൺട്രീസ് 1 lakh ഈസ് നെയിംഡ് 100,000 ആൻഡ് 10 lakh ഈസ് നെയിംഡ് മില്യൺ. അധിക കൺട്രീസിൽ എന്താണ് 1 lakhനെ ഒന്നുകിൽ 100,000 എന്ന് പറയും, അല്ലെങ്കിൽ 10 lakh എന്താണ് 100,000. 1 lakhന് എന്താണ് 100,000 എന്ന് പറയും. അതുപോലെ 10 lakhന് എന്താണ് മില്യൺ എന്നും പറയും. ഓക്കെ, എന്താണ് ചില കൺട്രീസിൽ 1 lakhന് 100,000 എന്ന് പറയും. ഓക്കെ, പിന്നെ 10 lakhനെയോ മില്യൺ എന്നും പറയും. ഓക്കെ, യു ആർ ഓൾവേസ് കൗണ്ടിങ് നമ്പേഴ്സ്, വാട്ട്സ് യുവർ ഗോൾ. അപ്പോൾ എന്താണ് ഇവിടെ കുട്ടി ചോദിക്കുന്നത്? എന്താണ് ഈ എപ്പോഴും എന്താണ് കൗണ്ട് ചെയ്യുന്നുണ്ട് നമ്പേഴ്സ്. എന്താണ് വാട്ട് ഈസ് ഗോൾ അല്ലേ? വാട്ട്സ് യുവർ ഗോൾ? നിന്റെ ഗോൾ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? ഗോള് ഗൂഗോളാണെന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ബാക്കി ഇവിടെ നോക്കൂ, ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഫോർ ഈച്ച് നമ്പർ ബിലോ ഫൈൻഡ് 2 numbers ഇൻ ദ ടേബിൾ ബിറ്റ്വീൻ വിച്ച് ഇറ്റ് ലൈസ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഫോർ ഈച്ച് നമ്പർ ബിലോ, ഓരോ ഈ താഴെയുള്ള ഓരോ നമ്പറിലും ഫൈൻഡ് 2 numbers, 2 നമ്പർ ഇൻ ദ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുക. ബിറ്റ്വീൻ വിച്ച് ഇറ്റ് ലൈസ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ 2 നമ്പർ, ഈ തന്നിരിക്കുന്ന താഴെയുള്ള ഈ നമ്പർ ഇല്ലേ, ഈ നമ്പർ ഫസ്റ്റ് നമ്പർ എടുക്കുക 3245 എന്ന് പറഞ്ഞാൽ ഈ നമ്പർ എടുക്കുക. ഈ നമ്പർ ആ ടേബിളിന്റെ ഏതൊക്കെ നമ്പറിന്റെ ഇടയിലാണ് കിടക്കുന്നത് ആലോചിച്ച്. അപ്പോൾ ഏതാ നമ്പർ നോക്കിയേ. അപ്പോൾ 3245 അല്ലേ. അപ്പോൾ 3245 അതിൽ ഏത് നമ്പറിന്റെ ഇടയിലാണ് വരുന്നത്? ഇതാ ഈ 1000ന്റെയും 10,000ന്റെയും ഇടയിലാണ് അല്ലേ. 1000ന്റെയും 10,000ന്റെയും ഇടയിലാണ് ആ നമ്പർ അല്ലേ. അപ്പം ഫസ്റ്റത്തെ അത് ഏതാണെന്ന് നമുക്ക് കിട്ടിയല്ലോ അല്ലേ. അപ്പോൾ ഈ നമ്പർ ഏതാണ്? 44 ഏതാണ്? യൂണിറ്റ് 10, 100, 1000, 10,000, lakh അല്ലേ. 4,35,268. അപ്പോൾ ഏതിൻ്റെയൊക്കെ ഇടയിലാണ് വരിക? ഈ ലാക്കിൻ്റെയും 10 lakhന്റെയും ഇടയിലാണ് കേട്ടോ വരിക. അപ്പോൾ ഇത് ലാക്കിൻ്റെയും 10 lakhന്റെയും ഇടയിൽ എഴുതുക. ഇനി അടുത്ത നോക്കിയാൽ അടുത്ത എവിടെയാണ് വരുന്നതെന്ന് നോക്കൂ. അപ്പോൾ ഈ 4,35,268 വരുന്നത് ഈ ലാക്കിൻ്റെയും 10 lakhന്റെയും ഇടയിലാണ് വരുന്നത് കേട്ടോ. അടുത്ത് നോക്കൂ, ഇത് ഏതാണ് നമ്പർ? യൂണിറ്റ് 10, 100, 1000, 10,000 അല്ലേ. 26,736 ആണ്. അപ്പോൾ ഈ നമ്പർ വരുന്നത് എവിടെയാണ്? 26,000 അല്ലേ. അപ്പോൾ 10,000ന്റെയും ലാക്കിൻ്റെയും ഇടയിലാണ് എന്ത് ഇത് വരിക കേട്ടോ. ഓക്കെ, 10,000ന്റെയും ലാക്കിൻ്റെയും ഇടയിലാണ് എന്ത് ഈ നമ്പർ വരിക. അടുത്ത് നോക്കി, ഈ നമ്പർ ഏതാണെന്നുള്ളത്? യൂണിറ്റ് 10, 100, 1000, 10,000, lakh, 10 lakh, പിന്നെ crore അല്ലേ. അപ്പോൾ 1 crore. അപ്പോൾ ക്രോറിൻ്റെയും 10 crore-ന്റെയും ഇടയിലാണ് എന്ത് ഈ നമ്പർ വരിക. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ അടുത്ത എന്താ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ഡൗൺ എ 6-digit നമ്പർ ബിറ്റ്വീൻ വിച്ച് 2 numbers ഓഫ് ദ ടേബിൾ ഈസ് ഇറ്റ്. ഹൗ ഡു യു റീഡ് ഇറ്റ്? എന്താണ് ഒരു 6-digit നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതേത് നമ്പർ ആയിക്കോട്ടെ, ഒരു 6-digit നമ്പർ എഴുതുക. അപ്പോൾ ഒരു 6-digit നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ എഴുതാൻ നോക്കൂ. 6-digit നമ്പർ എണ്ണം നോക്കൂ. 1 2 3 4 5 6 അല്ലേ. 6 അല്ലേ 6-digit നമ്പർ എന്ന് പറയുമ്പോൾ ഇതാണ് 6 വരുന്നത്. ബിറ്റ്വീൻ വിച്ച് 2 numbers ഓഫ് ദ ടേബിൾ ഈസ് ഇറ്റ്. അപ്പോൾ 2 നമ്പറിന്റെ ഇടയിലാണ് അല്ലേ, ടേബിളിലുള്ള ഏതൊരു 2 നമ്പറിന്റെ ഇടയിലാണ് അല്ലേ ഉള്ളത്. അപ്പോൾ ഹൗ ഡു യു റീഡ് ഇറ്റ്? ഇത് എങ്ങനെ വായിക്കാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ വായിക്കാം? 10, 100, 1000, 10,000, lakh അല്ലേ. ഇത് നമ്മൾ 2,34,156 വരുന്നത്. അപ്പോൾ ഇത് ഏതിൻ്റെ നമ്പറിലൊക്കെ ഉള്ളതാ? 1 lakhന്റെയും 10 lakhന്റെയും ഇടയിലുള്ളതാണ് ആ ടേബിളിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ഡൗൺ 5 numbers ബിറ്റ്വീൻ lakh ആൻഡ് 10 lakh. റീഡ് ദ നമ്പേഴ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്?
ലാക്കിൻ്റെയും 10 ലാക്കിൻ്റെയും ഇടയിലുള്ള 5 നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ നമ്പർ വായിക്കുകയും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ഇത് ഇത്രയും നമ്പറാണ് എന്ത് 5 നമ്പറിലെ ലാക്കിൻ്റെയും 10 ലാക്കിൻ്റെയും ഇടയിലുള്ള നമ്പറാണ്. അപ്പോൾ അതെങ്ങനെയാണ് വായിക്കുക നോക്കിയേ. 1,23,456 എന്നത് വായിക്കുക. ഓക്കെ, ഇതോ 5,64,678. അപ്പോൾ നമ്മൾ എങ്ങനെ എണ്ണി നോക്കുക? ആ ടേബിൾ പഠിക്കണം അത് കേട്ടോ. 10 1 10 100 എന്നുള്ള അതില്ല, അതൊന്ന് പഠിക്കുക കേട്ടോ. എന്നിട്ട് ഇവിടെ എണ്ണി നോക്കുക. 1 10 100 1000 10,000 ലാക്ക് അല്ലേ. അപ്പോൾ 5,46,783 എന്നാണിത് വായിക്കുക. ഇനി അടുത്ത് നോക്കിയേ, ഇതൊന്ന് എണ്ണ നമുക്ക്. എന്താണ് 1 10 100 1000 10,000 ലാക്ക് അല്ലേ. അപ്പോൾ 9,18,765. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. 1 10 100 1000 10,000 ലാക്ക് അല്ലേ. 2,31,567 എന്നാണ് ഇത് വായിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് പ്ലാനറ്റ്സ് ആണ് ഇനി അടുത്തത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്താക്കുക, അടുത്ത പാർട്ടിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കുക കേട്ടോ. അപ്പം നിങ്ങൾ മെയിനായിട്ട് ഇത് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ടേബിൾ ഇങ്ങനെ പഠിക്കുക. 1 10 100 1000 10,000 ലാക്ക് 10 ലാക്ക് ക്രോറ് 10 ക്രോറ്. ഓക്കെ, ഇത് ആദ്യം നന്നായി ബൈ ഹാർട്ടാക്കി പഠിക്കുക. അതിൽ ഓർഡറായിട്ട് 1 10 100 ഓർഡറാക്കി കറക്റ്റായി പഠിക്കുക. എന്നിട്ട് നമ്പർ നിങ്ങൾ എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്താക്കുക, അപ്പോൾ ഒരു നമ്പർ ഞാൻ പറഞ്ഞുതരാം. ഒരു നമ്പർ നോക്കൂ. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു നമ്പർ എഴുതുകയാണ്. ഓക്കെ, ഇങ്ങനെ എഴുതി വിചാരിച്ചോ. അപ്പോൾ നമ്മളിത് എണ്ണി വെക്കുക. ഈ ഫോർമുല ഇത് എണ്ണ 10 1 ആണ് ആദ്യം അല്ലേ. അപ്പോൾ ഈ 1 10 100 1000 10,000 അല്ലേ. അപ്പോൾ ഇത് നമ്മൾ വായിക്കുക എങ്ങനെയാണ്? 35,674 എന്നാണ് വായിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത വേറൊരു നമ്പർ നമുക്ക് നോക്കൂ. ഇന്നും വേറെ നമ്പർ ഇത് 3 നമ്പറാണല്ലോ അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ നോക്കുക. 1 10 100 അല്ലേ. അപ്പോൾ 786 എന്ന് അത് വായിക്കുക. ഓക്കെ, അടുത്ത നമ്പർ നോക്കൂ. 3 നമ്പർ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ 1 10 100 1000 10,000 ലാക്ക് 10 ലാക്ക് അല്ലേ. അപ്പോൾ 56,65,768 എന്നാണ് നമ്മൾ വായിക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായി പഠിച്ചാൽ നമുക്ക് ഇത് എന്താക്കുക, ഇത് നന്നായി വായിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നന്നായി ബൈഹാർട്ടാക്കുക കേട്ടോ. ഓർഡർ ആയിട്ട് തന്നെ ബൈഹാർട്ടാക്കണം. 1 10 100 1000 10,000 ലാക്ക് 10 ലാക്ക് ക്രോറ് 10 ക്രോർ എന്നുള്ളത് ഓർഡർ ആക്കി തന്നെ ബൈഹാർട്ടാക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളിങ്ങനെ എണ്ണിയിട്ട് ഈ നമ്പേഴ്സ് ഇങ്ങനെ വായിക്കാൻ പഠിക്കുക. ഓക്കെ, നിങ്ങൾ എന്നെ എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് അയച്ച് ചോദിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.